കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ ആത്മനോപീശ്വരത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാ തീരഭാഗ്യ ത്വം ആത്മാ രാമ ഏവേരി അതുലഗുണഗണാധാര ശമുരേ നമസ്തേ. ഇനി മറ്റു ദേവന്മാരും മഹാവിഷ്ണു തമ്മിലുള്ള വ്യത്യാസം പറയാം. പൂർണ്ണാവതാരം സാധാരണ ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരുണ്യാൽ കാമം അന്യം ദദതി ഖലു പരേ. പരേ അന്യന്മാർ, അത് ആരല്ലാത്ത അന്യന്മാർ, മഹാവിഷ്ണു അല്ലാത്ത ദേവകളൊക്കെ കാരുണ്യം കൊണ്ട് കാമം ദദതി ആഗ്രഹം എന്തോ അത് നൽകുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഉദാഹരണം, ബ്രഹ്മാവ് രാവണൻ തപസ് ചെയ്യുന്നു. കുറേ കഴിഞ്ഞപ്പോൾ രാവണൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എന്താണ് കാമം, ആഗ്രഹം, ഇന്നതാണെന്ന് പറയുന്നു, അത് കൊടുക്കണം. ശിവൻ മറ്റേ വൃത്രാസുരൻ വന്ന് തപസ് ചെയ്തു, എന്താണ് വേണ്ടത് ചോദിച്ചു. എൻ്റെ തലയിൽ തൊട്ടാൽ അവരൊക്കെ ഭസ്മമാവണം, വരം കൊടുത്തു. കാരുണ്യം കൊണ്ട് അതൊക്കെ ചെയ്യണം. മറ്റു ദേവന്മാരൊക്കെ കാരുണ്യം കൊണ്ട്, കാരുണ്യാൽ കാമം ആഗ്രഹം എന്തോ അത് നൽകുന്നു. അങ്ങാണെങ്കിലോ സ്വാത്മതസ്ത്വം വിശേഷാത്, അങ്ങാണെങ്കിൽ അങ്ങേ തന്നെ കൊടുക്കുന്നത്. സ്വാത്മതത്വം വിശേഷാത്വം, അങ്ങ് വിശേഷമായിട്ട് ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നു. അങ്ങ് ഒരാൾ തപസ് ചെയ്താൽ അങ്ങേ തന്നെ അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ധ്രുവൻ തപസ് ചെയ്തു, ധ്രുവൻ തപസ് ചെയ്തപ്പോൾ അങ്ങ് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ബന്ധമുമ്പിൽ അങ്ങ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്നത്. അപ്പം അങ്ങ് മറ്റു ദേവന്മാരൊക്കെ തപസ് ചെയ്ത നിസ്സാരങ്ങളായ ആഗ്രഹങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ കാരുണ്യം കൊണ്ട് സാധിപ്പിച്ച് കൊടുക്കുമ്പോൾ അങ്ങയെ തന്നെ കൊടുക്കുക ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലായോ? അങ്ങയെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കാര്യം? അങ്ങയെ തന്നെ കൊടുക്കും. കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ. ഐശ്വര്യം കൊണ്ട് മറ്റു ദേവന്മാര് ഈശതേ അന്യ ഈശതേ, അന്യന്മാരുടെ ഈശനായി മാറുന്നു, അന്യന്മാരുടെ ഈശ്വരനായി മാറുന്നു. അത് മറ്റു ദേവന്മാര് ഈശ്വരന്മാരായിട്ട് മാറുന്നു. ആരുടെ? മറ്റുള്ളവർ. എന്താ ഈ ഈശ്വരന്മാരായിട്ട് മാറാനുള്ള കാരണം? അവർക്ക് വേണ്ടത് കൊടുത്ത് അവരെ ഈശതയെ ആകർഷിക്കുന്നത് കൊണ്ട് അങ്ങ് അവരുടെ ഈശ്വരനായിട്ട് മാറുന്നു. എല്ലാവരുടെ ഈശ്വരനാവാൻ അങ്ങക്ക് കഴിയുന്നില്ല. അവർ ആർക്കാണോ കാമം നൽകുന്നത് അവരുടെ മാത്രം ഈശ്വരത്വം അങ്ങക്ക് കിട്ടും, അവർക്ക് കിട്ടുന്നു. വ്യത്യാസം മനസ്സിലാവില്ലേ? അപ്പോൾ ശിവൻ വരം കൊടുക്കുമ്പോൾ ശിവൻ്റെ സ്വാമിത്വം മാത്രം, ബ്രഹ്മാവ് വരം കൊടുക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ സ്വാമിത്വം മാത്രം. അതൊക്കെ ഈശ്വരന്മാരായിട്ട് കാണപ്പെടുന്നു. ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ ആത്മനോപീശ്വരത്വം. അങ്ങ് ആത്മന അപ്പി ഈശ്വരനാണ്. അങ്ങ് മറ്റുള്ളവരുടെ ഈശ്വരനാണ് എന്നുള്ളത് മാത്രമല്ല, അങ്ങയുടെ കൂടി ഈശ്വരനാണ് അങ്ങ്. അതായത് മറ്റുള്ളവരെ
മറ്റുള്ളവരെ അനുഗ്രഹിച്ചത് കൊണ്ടോ അവർക്ക് വരം കൊടുക്കുന്നത് കൊണ്ടോ ഈശ്വരനാവുകയാണ്. അങ്ങനെയല്ല. അങ്ങ് സ്വയം ഈശ്വരനാണ്, ഈശ്വരൻ്റെ ഈശ്വരനാണ്. മനസ്സിലായി? ഒരു കൂട്ടരെ ഈശ്വരന്മാരാവുന്നത് എങ്ങനെയാണ്? പരജനെ മറ്റുള്ളവർക്ക് സ്വാമിത്വം നിലനിർത്തുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല. അങ്ങ് സ്വയം ഈശ്വരനാണ്, ഈശ്വരന്മാരുടെയും ഈശ്വരനാണ്. ഇപ്പോൾ ഉപനിഷത്തിലെ മൊത്തം 9 തമേവ ഭാന്തം, ഈ പരമാത്മസ്വരൂപത്തെ കുറിച്ച് പറയുന്നതാണ്. തമേവ ഭാന്തം അനുഭാജി സർവം തസ്യ ഭാസ സർവമിതം വിഭാജി. അർത്ഥം തമേവ ഭാന്തം, അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് വെച്ചാൽ പരമാത്മാവ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അനുഭാജി സർവം, എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തസ്യ ഭാഷ, അതിൻ്റെ ശോഭ കൊണ്ട് സർവവിധം വിഭാജി, ലോകം മുഴുവൻ പ്രകാശപൂർണമാകുന്നു. അതാണ് അങ്ങ്. മനസ്സിലായോ? എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാണ്, സ്വയം പ്രകാശസ്വരൂപനായിട്ടുള്ളവനാണ് അങ്ങ് നടത്തുന്നത്. മറ്റുള്ളവരൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ഈശ്വരന്മാരാകുമ്പോൾ അങ്ങ് എല്ലാറ്റിൻ്റെയും ഈശ്വരനാണെന്ന് മാത്രമല്ല തൻ്റെ തന്നെ ഈശ്വരനാണ്, ആ ഈശ്വരൻ്റെയും ഈശ്വരനാണ്. ആത്മനോപി ഈശ്വരത്വം, സ്വന്തം ആത്മാവിൻ്റെ കൂടി ഈശ്വരനായിട്ട് അങ്ങ് മാറുന്നു. കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതത്വം വിശേഷാത് ഐശ്വര്യാദീശതന്യേ ജഗതി പരജനേ സ്വാത്മനോപി ഈശ്വരത്വം ത്വം ആത്മനോപി ആത്മന അഭി ഈശ്വര. അങ്ങ് ആത്മാവിൻ്റെ തൻ്റെ തന്നെ ഈശ്വരനാകുന്നു. ത്വയി ഉച്ചൈരാരമന്തി പ്രതിവദ മധുരേ ചേതന പീതഭാഗ്യ. പീതഭാഗ്യന്മാരായിട്ടുള്ള ആളുകൾ, വർദ്ധിച്ച ഭാഗ്യമുള്ള ആളുകൾ. പീതഭാഗ്യ ചേതന, പീതഭാഗ്യന്മാരായ ആളുകളുടെ ചേതന. പീതഭാഗ്യ ചേതന എന്താ ചെയ്യേണ്ടത്? ഉച്ചയിലാരമന്തി, ഉച്ചത്തിൽ രമിക്കുന്നു. ആരമന്തിച്ചാൽ സന്തോഷിക്കുന്നു. പരമഭാഗ്യവാന്മാരായ ആളുകളുണ്ട് ചില ആളുകൾ, അവരുടെ ഉച്ചത്തിൽ ആനന്ദിക്കുന്നു. അവരെങ്ങനെയുള്ളവരാണ്? പീതഭാഗ്യന്മാരാണ്. അവരുടെ ചേതനാച്ചാൽ ചേതസ്. പ്രതിപദ മധുരേ, പ്രതിപദം ഓരോ പദത്തിലും മുഴുവനായിട്ടെന്ന് അർത്ഥം. മധുരമായിട്ടുള്ളതും പിന്നെ അതുല ഗുണഗണാധാരമായിട്ടുള്ളതും ആത്മാരാമമായിട്ടുള്ളതുമായ ശൗരേ, അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങയിലാണ് ഈ ഉച്ചയിലാരമന്തി ആഹ്ലാദം കൊള്ളുന്നത്. ത്വയി ഉച്ചയിലാരമന്തി, ത്വയി അങ്ങയിൽ ഉച്ചയിലാരമന്തി, അങ്ങയിൽ ആഹ്ലാദം കൊള്ളുന്നു. പ്രതിപദ മധുരേ, പ്രതിപദം ഞാൻ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞതാണ്. പ്രതിപദ മധുരേ, പ്രതിപദിച്ച ഓരോ പദത്തിലും മാധുര്യത്തോടു കൂടിയ എന്ന് പറഞ്ഞാൽ മുഴുവൻ സമഗ്രമായ മാധുര്യത്തോടു കൂടിയ ചേതന. ചേതന വെച്ചാൽ മനസ്സ്. ഭാഗ്യം പീതമായിട്ടുള്ള മുഴുത്ത ഭാഗ്യത്തോടു കൂടിയവരെ, വർദ്ധിച്ച ഭാഗ്യത്തോടു കൂടിയവർ. ത്വം ആത്മാരാമ, അങ്ങ് ആത്മാരാമനും കൂടിയാണ്. അങ്ങനെയുള്ള പ്രകാരമുള്ള അതുല ഗുണഗണാധാരനായ, അതുല്യമായ ഗുണഗണങ്ങൾക്ക് ആധാരമായിട്ടുള്ളവനായ ശൗരേ, ശൂരസേനൻ്റെ പുത്രനായ കൃഷ്ണ, നമസ്തേ, അങ്ങേക്ക് ഞാൻ നമസ്കാരം പറയുന്നു. അപ്പോൾ എന്താ ഈ അർത്ഥം വരുമ്പോൾ, ഈ മികച്ച ഭാഗ്യമുള്ള ജീവികളുണ്ടല്ലോ, ആ ജീവികൾ അങ്ങക്ക് ആസ്വാദ്യം ആയിത്തീരുന്ന
അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് അങ്ങക്ക് ആസ്വാദ്യമായി തീരുന്ന പ്രതിപദമധുരങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് വേദഭാഗ്യന്മാരായ ആളുകൾ ഉച്ചത്തിൽ ആഹ്ലാദിക്കുകയും അവിടുന്നാകട്ടെ ആത്മാരാമനായിട്ട് വിലസുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയത്ത് അങ്ങ് ആത്മാരാമനാണ്, അങ്ങ് ആത്മാവിൽ രമിക്കുന്നവനാണ്. അതേ സമയത്ത് അങ്ങയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മറ്റുള്ളവർ പാടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ട് കാര്യമാണ് നമ്മൾ ഓർക്കുന്നത്. അതായത് അങ്ങയെക്കുറിച്ച് ധാരാളമായിട്ട് മറ്റുള്ളവർ ആഹ്ലാദത്തോടുകൂടി പാടുന്നു. അതേ സമയത്ത് ഇതൊന്നും അറിയാതെ അങ്ങ് അവനവനിൽ തന്നെ ലയിച്ചുകൊണ്ട് ആത്മാരാമനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് മറ്റു ദേവന്മാരെങ്ങനെയാ വെച്ചാൽ അവർ സ്തുതിക്കുന്നത് മുഴുവൻ കേൾക്കുന്നു. അവർ സ്തുതി മുഴുവൻ കേട്ടിട്ട് ആഗ്രഹം കൊണ്ടോ അത് ദാനം ചെയ്യുന്നു. മനസ്സിലായി? വ്യത്യാസം മനസ്സിലായി? അങ്ങ് അതേ സമയത്ത് എന്താ ചെയ്യണത്? അങ്ങ് എല്ലായ്പ്പോഴും ആത്മാവിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയെക്കുറിച്ച് ആരാണ് പിന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്? ചില പുണ്യവാന്മാരായ ആളുകളുണ്ട്. അങ്ങയുടെ യഥാർത്ഥമായ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പുണ്യവാന്മാരായ ആളുകൾ ഉച്ചയിൽ ആരമന്തി അങ്ങയെക്കുറിച്ച് ഉച്ചത്തിൽ ആഹ്ലാദത്തോടുകൂടി പാടിക്കൊണ്ടിരിക്കുക. എങ്ങനെയുള്ള അങ്ങയെക്കുറിച്ച് മധുരമായ അങ്ങയുടെ ആ രൂപത്തെക്കുറിച്ച് ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നു ആശയം. തൊയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതന പീതഭാഗ്യ ത്വം ചാത്മാരാമ ഏവേതി അതുലഗുണഗണാധാര സഹുദേ നമസ്തേ. ഗുണാധാരനാണ് അങ്ങ്. അതുലം ചാൽ തുല്യതയില്ലാത്ത, ഗുണഗണം ചാൽ ഗുണങ്ങളുടെ കൂട്ടം, തുല്യതയില്ലാത്ത അനേകം ഗുണങ്ങളുടെ ഇരിപ്പിടമായ അങ്ങ് ആത്മാരാമനാണ്. ആരെയാണ് ആത്മാരാമൻ എന്ന് പറയുക? ഈശ്വരനെ ആത്മാവിൽ മനുഷ്യനാണെങ്കിൽ ഈശ്വരനെ ആത്മാവിൽ കാണാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാളെ ആത്മാരാമൻ. ധ്യാനത്തിൽ ആത്മാവിൽ കണ്ടുകൊണ്ട് വളർത്തുള്ള കവിതയിൽ ഉള്ളതുപോലെ പറയും, ധ്യാനത്തിൽ ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദലീലനായിരിക്കുന്ന അവസ്ഥ. അതാണ് ആത്മാരാമൻ്റെ. അങ്ങ് ആത്മാരാമനാണ്. അങ്ങ് എല്ലാവർക്കും ആത്മാരാമനാണ്. അതേ സമയത്ത് അങ്ങ് സ്വയം ആത്മാരാമനുമാണ്, തന്നിൽ തന്നെ ലഭിച്ചിരിക്കുന്നവരുമാണ്. അങ്ങ് പൂർണ്ണനാണ്. അങ്ങ് പൂർണ്ണനാണ് എന്നുള്ള ആശയം കിട്ടാനാണ് ആത്മാരാമൻ എന്ന് പറയുന്നത്. അങ്ങയിൽ തന്നെ ലയിച്ചിരിക്കുന്നവനായതുകൊണ്ട് പൂർണ്ണനാണ്. മറ്റു ദേവന്മാരെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് ആശയം. അവര് എന്തു ചെയ്യുന്നുണ്ട്? ആഗ്രഹങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് അവരെയും നമ്മൾ എന്ത് പറയും? ഈശ്വരൻ എന്ന് പറയും. ഈ ഭഗവാൻ എന്ന് പറയും അടുത്ത ശ്ലോകത്തിൽ. അങ്ങ് ഭഗവാനാണ് പറയും. മറ്റവരൊക്കെ ഈശ്വരന്മാരാകുമ്പോൾ അങ്ങ് ഭഗവാനാണെന്ന് പറയും. ഭഗവാനാവാൻ 6 കാര്യങ്ങൾ വേണം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസഃ ശ്രിയ ജ്ഞാന വിജ്ഞാന. ഇത് അങ്ങനെ 6 ഷണ്ണാം ഭഗ ഇതീരിതേ പറയും. 6 ചേരുമ്പോഴാണ് ഒരാൾ ഭഗവാനാണ്. 1 ഐശ്വര്യം, 2 വീര്യം, 3 കീർത്തി, 4 ശ്രീ. ഐശ്വര്യം ശ്രീച്ചാൽ സമ്പത്തൊക്കെ ഇല്ലെന്ന്. ജ്ഞാനം, ജ്ഞാനം വിജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ലൗകികമായ ജ്ഞാനം, ആധ്യാത്മികമായ ജ്ഞാനം, അങ്ങനെ 2 തരം ജ്ഞാനമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നത് ഒരു തരം ജ്ഞാനമാണ്, ഭൗതികമാണ്. അതേ സമയത്ത് ഇപ്പോൾ നാരായണീയൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് വേറൊരു ജ്ഞാനമാണ്. അതാണ് ശ്രേയസ് എന്ന് പറയും, ശ്രേയസ് എന്ന് പറയും. അതാണ് ജ്ഞാനവിജ്ഞാനം. ഇതെല്ലാം ആരിലുണ്ടോ അയാളാണ് ഭഗവാൻ. ഇതെല്ലാം ഒരാളിലുണ്ടാവണം. ഏതൊക്കെ? ഐശ്വര്യം ഉണ്ടാവണം, ഈശ്വരത്വം. ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വരത്വം ഭാവം. പിന്നെ വീര്യം, യശസ്, കീർത്തി, ശ്രീ, സമ്പത്ത്.
പിന്നെ ജ്ഞാനം, വിജ്ഞാനം. ഈ 6 ഗുണങ്ങൾ ആർക്കുണ്ടോ അയാളാണ് ഭഗവാൻ. മറ്റവർക്ക് ഈശ്വരന്മാരാകുമ്പോൾ മഹാവിഷ്ണു ആരായുമാകുന്നു ഭഗവാനാണ് എന്ന് ഇത് പറയാൻ പോകുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര എന്ന് ശ്ലോകം വരുന്നുണ്ട് അവസാനത്തിൽ ഈ ദശകത്തിൽ. ആ ശ്ലോകത്തിൽ പറയുക. അപ്പോൾ കാരുണ്യാത് കാമമന്യന്തദതി ഖലു പരേ സ്വാത്മതത്വം വിശേഷാത് ഐശ്വര്യാദീശരേണ്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതന ശീലഭാഗ്യ ത്വം ചാത്മാരാമ ദേവേതി അകുലഗുണഗണാഥ ശൗരേണ. നമുക്കിവിടെ മുത്താണ് അല്ലേ? ഒന്ന് വായിച്ചോളൂ, ശ്ലോകം വായിക്കും. അപ്പോൾ ആരൊക്കെ തുതിച്ചാലും ആ തുതിയൊന്നും അങ്ങ് കേൾക്കുന്നില്ല. കാരണം അങ്ങ് ആത്മാരാമനായതുകൊണ്ട് അങ്ങനൊന്നും കേൾക്കുന്നില്ല. മറ്റു ദേവന്മാർക്ക് ഭഗവാൻ എന്ന പേരിന് അർഹം അല്ല, ഈശ്വരന്മാർ മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസി നക്വാപി തേ സംഗവത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോ. സംബോധനയാണ് ഇത്. വാദാകാരവാസിൻ എന്നത് സംബോധനയാണ്. തദ്വാദാകാരവാസിൻ, വാദാകാരത്തിൽ വസിക്കുന്നവനെ. വാദ അകാരം എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ വാദഗേഹത്തിൽ വസിക്കുന്നവൻ വാതാലയേശ്വരൻ ഗുരുവായൂരപ്പൻ. നമ്മുടെ ശരീരവും വാദഗേഹമാണ്. ആ വാദഗേഹത്തിൽ വസിക്കുന്നവൻ പ്രാണൻ. അങ്ങനെ രണ്ടർത്ഥം പറയാമെന്ന് അർത്ഥം. ഈ വാദ ആലയത്തിന് വാദഗേഹത്തിന് 2 നിലയ്ക്ക് അർത്ഥം പറയാം. ഒന്ന്, വാദഗേഹത്തിൽ വസിക്കുന്നവൻ ഗുരുവായൂരപ്പനാണ്. മറ്റൊന്ന്, നമ്മുടെ ശരീരം തന്നെയാണ് ഈ വാദഗേഹം. ആ ഗേഹത്തിൽ വസിക്കുന്ന പ്രാണനാണ് വാദഗേഹാധിപൻ. ഇവിടെ ഗുരുവായൂരപ്പനാണ് നമസ്കാരം പറയുന്നത്. അദ്ദേഹം ആരാണെന്ന് പറയണത്? ഭഗവത് ശബ്ദമുഖ്യാശ്രയോധി. ഭഗവാൻ എന്ന ശബ്ദം, മുഖ്യ ശബ്ദത്തെ ആശ്രയിക്കുന്നവൻ, ഭഗവാൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനാണ് ആര്? ഗുരുവായൂരപ്പൻ. ഭഗവത് ശബ്ദം, ഭഗവത് പ്ലസ് ശബ്ദം കൂടി ചേരുമ്പോൾ ഭഗവത് ശബ്ദം വരും. അപ്പം ഭഗവാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാക്ഷാൽ വാതാലേശനെ ആണ് വിവരിക്കാൻ പോണത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? 6 ഗുണങ്ങളുള്ള ആളാണെന്നാണ് പറയുന്നത്. ഭഗവാനാണെങ്കിൽ ആ ഭഗവാന് 6 ഗുണങ്ങൾ വേണം. അത് ഏതൊക്കെയാണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ. ഒന്ന് ഐശ്വര്യമാണ്. രണ്ടാമത് വീര്യസ്യ യശസ്സ ശ്രിയം. വീര്യം, യശസ്, ശ്രീ.
ജ്ഞാന വൈരാഗ്യം അല്ലെങ്കിൽ ജ്ഞാന വിജ്ഞാനം 2 വർഷമുണ്ട്. ജ്ഞാന വൈരാഗ്യം ഈ 6 സന്മാനം ഭഗ ഇതീരിതേ എന്ന് പ്രമാണമുണ്ട്. ഈ 6 കൂടിയവനാണ് ഭഗവാൻ. ഏത് 6? 1 ഐശ്വര്യം, 2 വീര്യം, 3 യശസ്, 4 ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, പിന്നെ ജ്ഞാനം വൈരാഗ്യം. ഈ 6 ആണ് ഐശ്വര്യത്തിന് ഭഗവാന് വേണ്ടത്. ഈ 6 ഗുണങ്ങളുള്ള ആളാണ് അങ്ങ് എന്നാണ് പറയാൻ പോണത്. ആദ്യമായിട്ട് ഐശ്വര്യത്തെക്കുറിച്ച് പറയണം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. അങ്ങ് ഐശ്വര്യമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഈശ്വരനാണ്. ഈശ്വരൻ എന്ന വാക്കുന്നാണ് ഏത് വാക്കുണ്ടാവുക? ഐശ്വര്യം എന്നുള്ള വാക്കുണ്ടാവുക. അങ്ങ് ഈശ്വരനാണ്. ആരെയെല്ലാം നിയന്ത്രിക്കുന്ന ഈശ്വരനാണ്? ശങ്കരാദീശ്വരന്മാരെ നിയമനം ചെയ്യുന്നവനാണ്. നിയമനം എന്ന് വെച്ചാൽ നിയന്ത്രണം. ശങ്കരാദീശ്വരന്മാരെന്ന് വെച്ചാൽ ശങ്കരൻ, ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരനാണ് അങ്ങ്. അവർ ഈശ്വരന്മാർ തന്നെയാണ്. ആ ഈശ്വരന്മാർ കാമം നൽകുന്നവരാണ്. അഭ്യർത്ഥിക്കുന്നവർക്ക് കാമമെന്തോ അത് നൽകുന്നവരാണ് ആ ഈശ്വരന്മാർ. ശിവനെ തപസ് ചെയ്യുന്നു, ശിവൻ വരം കൊടുക്കുന്നു, ആഗ്രഹം കൊടുക്കുന്നു. അങ്ങനെ ആഗ്രഹം കൊടുക്കുന്ന ഈശ്വരന്മാരാണ് അവർ. ആരൊക്കെ? ശങ്കരൻ മുതലായവൻ. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവൻ. ശിവൻ മുതലായ ഈശ്വരന്മാരെല്ലാം ഈശ്വരന്മാരാണ്. അവരുടെയും ഈശ്വരനാണ് അങ്ങ് എന്നർത്ഥം. അപ്പം അങ്ങ് പരമാത്മാവാണ്. ആ പരമാത്മാവാണ് 3 തിരിഞ്ഞ് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവെന്നും 3 തിരിഞ്ഞ് വന്നത് ഈ പരമാത്മാവാണ്. അപ്പം അങ്ങ് സാക്ഷാത് പരമാത്മാവാണെന്ന് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് സകലനാണ്. ഇപ്പോൾ രൂപമുള്ളവനാണ്. സ്വതവേ അങ്ങ് എങ്ങനെയുള്ളവനാണ്? നിഷ്കളനാണ്, രൂപമില്ലാത്തവനാണ്. അപ്പോൾ രൂപമില്ലാത്ത അങ്ങ് ഇപ്പോൾ സകലനായി നിൽക്കുകയാണ്. സകലനായി നിൽക്കുമ്പോഴും അങ്ങയുടെ ഈശ്വരത്വത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. അങ്ങ് എല്ലാവരുടെയും സ്വാമിയാണ് ഇപ്പോഴും. അതാണ് ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. വിനിയമനം, യമനം എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നർത്ഥം. നിയമനം എന്ന് പറഞ്ഞാൽ നിശേഷമായ നിയന്ത്രണം എന്നർത്ഥം. വിനിമയം എന്ന് പറഞ്ഞാൽ വിശേഷിച്ച് ഉള്ള നിയന്ത്രണം എന്നായി. അപ്പം വിശേഷാൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയൊക്കെ? മറ്റു ദേവന്മാരെയൊക്കെ. അപ്പം മറ്റു ദേവന്മാരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് കൊണ്ട് അങ്ങ് ഐശ്വര്യമുള്ളവനാണ്, അങ്ങ് ഈശ്വരനാണ്. അപ്പോൾ ആ ഗുണം അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലായി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. വാക്കിൻ്റെ അർത്ഥം എന്താ? വിനിയമനം വെച്ചാൽ നിയന്ത്രണം. യമം എന്ന് പറഞ്ഞാൽ തന്നെ നിയന്ത്രണമാണ്. അതിനോടുകൂടി വിനി എന്ന് ചേർത്തതാണ് ഒന്ന് വിനിയമനം വേണ്ടത്. പിന്നെ വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം. 2ാമത്തെ ഗുണമായ വീര്യം അങ്ങനെയുണ്ട്. അതെങ്ങനെയാണ് ആ വീര്യം ഉണ്ടാവുക? അങ്ങ് വിശ്വതേജ സംഹാരികളുടെ തേജസ്സിനെ ഹരിക്കുന്നവനാണ്. വിശ്വതേജ സംഹാരികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ തേജസ്സുണ്ട് എന്ന് കരുതുന്ന എല്ലാ തേജസ്സുകളുടെയും തേജസ്സാണ് സൂര്യൻ, ചന്ദ്രൻ. അപ്പോൾ അഗ്നിക്ക് തേജസ്സുണ്ട്, അതുപോലെ പലതിനും തേജസ്സുണ്ടല്ലോ. ആ തേജസ്സിൻ്റെ എല്ലാം ഏറ്റവും ഉപരിയായ തേജസ് ഏതാണ്? സൂര്യനും ചന്ദ്രനാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ തേജസ്സുകളെയും ഹരിക്കുന്ന സൂര്യചന്ദ്രന്മാരെന്ന തേജസ്സിൻ്റെ തേജസ്സായിട്ടുള്ളവനാണ് അങ്ങ്.
ആ സൂര്യചന്ദ്രന്മാരും പ്രകാശിക്കുന്നത് ഈ തേജസ് കൊണ്ടാണ്. ആ സൂര്യചന്ദ്രന്മാരുടെ തേജസ്സിനെയും ഹരിക്കുന്നവനാണ്, കീഴ്പ്പെടുത്തുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങ് വീര്യമുള്ളവനാണ്. മനസ്സിലായി? അക്ഷയ മനസ്സിലാവില്ലേ? അപ്പോൾ രണ്ടാമത്തെ ഗുണമായി. രണ്ടാമത്തെ ഗുണം വീര്യമായി. എങ്ങനെയാണ് അങ്ങക്ക് വീര്യം കിട്ടണത്? അങ്ങ് എല്ലാ തേജസ്സുകളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് സ്വയം പ്രകാശിക്കുന്നു എന്നുള്ളതാണ് അങ്ങയുടെ വീര്യം. അത് ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം പറഞ്ഞു. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവവിധം വിഭാതി. ഉപനിഷത്തിൽ പറയും അത് സ്വയം പ്രകാശിക്കുന്നു. ഇപ്പം സൂര്യനും ചന്ദ്രനിലൊക്കെ സ്വയം പ്രകാശിക്കുന്നു. പക്ഷെ അവയ്ക്ക് പ്രകാശം കൊടുക്കുന്നത് ഏതാ? അതിൻ്റെ അപ്പുറത്ത് വേറെ പ്രകാശമുണ്ട്. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ, ആ ഒന്നിൻ്റെ ഭാസം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ പ്രകാശപൂർണമാകുന്നത്. അത് പരമാത്മ സ്വരൂപമായ ആ തേജസ്സാണ് എല്ലാ തേജസ്സിനെയും സംഹരിക്കുന്നത്, കീഴ്പ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യമായല്ലോ വീര്യം. അപ്പോൾ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം. തേജസ്സിനെ സംഹരിക്കുന്നതെന്ന് വെച്ചാൽ തേജസ്സിനെ നശിപ്പിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന, നശിപ്പിക്കുന്ന തേജസ്സിനെ കീഴ്പ്പെടുത്തുന്ന തേജസ്സോട് കൂടിയവനാണ് അങ്ങ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ തേജസ്സോട് കൂടിയവൻ. പിന്നെ അടുത്തെന്താ പറയുന്നത്? തേജസ് സംഹാരി വീര്യം കഴിഞ്ഞു. വിമലമഭി യശോ, യശസ് കീർത്തി, മൂന്നാമത്തെ കീർത്തിയാണ്. അതെങ്ങനെയുള്ളതാണ്? വിമലം, നിർമ്മലമായ കീർത്തി, ശുദ്ധമായ കീർത്തിയോട് കൂടിയവൻ അതങ്ങ്. അപ്പോൾ ഐശ്വര്യമായി, വീര്യമായി, യശസ്സായി, മൂന്ന് കാര്യം. നിർമ്മലോപകീ. പിന്നെ വിമലമഭിയശോ നിസ്പൃഹശ്ച ഉപഗീതം. നിസ്പൃഹന്മാരാൽ ഉപഗാനം ചെയ്യപ്പെടുന്നു. നിസ്പൃഹ എന്ന് വെച്ചാൽ സ്പൃഹ ആഗ്രഹം. നിസ്പൃഹ എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹവും ഇല്ലാത്തവൻ, ഒന്നിനും ആഗ്രഹമില്ലാത്ത ആളാണ് നിസ്പൃഹൻ. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിലും ആഗ്രഹമില്ലാത്ത നിർമ്മമനായ അനാസക്തനായ ആളെ അതെന്ന് പറയുക, ഈ വാക്കുകൊണ്ട് പറയുക. അങ്ങനെയുള്ള ആളുകളാൽ ഉപഗീതം ചെയ്യപ്പെടുന്നവൻ, പുകഴ്ത്തപ്പെടുന്നവൻ, പാടിപ്പുകഴ്ത്തപ്പെടുന്നവൻ. അപ്പോൾ വിരാഗികളായ ആളുകളാൽ എല്ലായ്പ്പോഴും കീർത്തിക്കപ്പെടുന്നവനാണ് അങ്ങ്. അപ്പം അങ്ങക്ക് എന്തുണ്ട്? വൈരാഗ്യം എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തൊക്കെയായി? ഐശ്വര്യമായി, വീര്യമായി, യശസ്സായി, വൈരാഗ്യമായി. നിസ്പൃഹശ്ച ഉപഗീതം. ഇത് അല്ല, ഉപഗീതം ഗാനം ചെയ്യപ്പെടുക എന്നർത്ഥമല്ലോ. ആരാൽ ഗാനം ചെയ്യപ്പെടുന്നു? ആരാലാ ഗാനം ചെയ്യപ്പെടുന്നത്? എന്താ മനസ്സിലായില്ല? അതാണ് കാര്യം. അഖില വിരസി അതല്ല, വിമലമഭിയശോ നിസ്പൃഹശ്ച ഉപഗീതം. നിസ്പൃഹന്മാരാൽ ഉപഗാനം ചെയ്യപ്പെടുന്നവനാണ് അങ്ങ്. അങ്ങ് നിസ്പൃഹന്മാർ വെച്ചാൽ വിരാഗികളായുള്ള ആളുകളാണ്, സാധാരണക്കാരല്ല. എല്ലാം ഉപേക്ഷിച്ച് ഇത് എൻ്റേതല്ല, ഇത് എൻ്റേതല്ല എന്ന് തീരുമാനിച്ച് എല്ലാം ഒഴിവാക്കിയിട്ടുള്ള ആളുകളാണ് നിസ്പൃഹന്മാർ. അവരാൽ കീർത്തിക്കപ്പെടുന്നവനാണ് അങ്ങ് എങ്കിൽ അവരെക്കാൾ വിലയാവണ്ടേ അങ്ങ്, എന്നാലേ അങ്ങ് കീർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങക്ക് വൈരാഗ്യമുണ്ട്. വൈരാഗ്യങ്ങളിൽ വൈരാഗ്യമുള്ളവനാണ് അങ്ങ്. വൈരാഗ്യം എന്നുള്ളതിന് ഈ സാധാരണ നമ്മൾ പറയുന്ന നാടൻ അർത്ഥമല്ല കേട്ടോ. നാടൻ അർത്ഥം കലഹമെന്നാണ്. വൈരാഗ്യം ഒക്കെയാണ്. അതല്ല, വിരാഗം. വിരാഗം വെച്ചാൽ ഒന്നിനോട് രാഗമില്ലാത്ത അവസ്ഥ, ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, ഒന്നും താല്പര്യമില്ലാത്ത അവസ്ഥ, നിസ്സംഗൻ. അങ്ങനെയുള്ള ആളുകളാൽ പാടിപ്പുകഴ്ത്തപ്പെടുന്നവനാണ്.
പിന്നെ അംഗാ സംഗാ സദാ ശ്രീരഖില വിദസി. അംഗാ ശ്രീച്ച ഐശ്വര്യം, സമ്പത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഐശ്വര്യം. അംഗാസംഗ, അംഗത്തിൽ ചേർന്നുകൊണ്ട്, സദാ എല്ലായ്പ്പോഴും, അഖില വിദസി, അത് എല്ലായ്പ്പോഴും അംഗാസംഗയായിട്ട് ശ്രീ ഉണ്ട്. അത് ശ്രീ എന്ന് പറയാൻ മതി. അംഗാസംഗ സദാ ശ്രീ. ശ്രീ എല്ലായ്പ്പോഴും അങ്ങയുടെ അംഗത്തിനോട് ചേർന്നുണ്ട്. ലക്ഷ്മി ദേവി എല്ലായ്പ്പോഴും അങ്ങയോടൊപ്പമുണ്ട്. പിന്നെ അഖില വിദസി, അങ്ങ് എല്ലാം വിദസ് അറിയുക. അഖില വിദസി, എല്ലാം അറിയുന്നവനാണ്. ലക്ഷ്മി ദേവി അങ്ങയോടൊപ്പമുണ്ട്. അങ്ങാണെങ്കിൽ എല്ലാം അറിയുന്നവനാണ്. ജ്ഞാനം എന്ന് പറയുന്ന ഗുണം. ഇപ്പം എന്തൊക്കെ ഗുണങ്ങൾ വന്നു? ഐശ്വര്യം എന്നത് വന്നു, വീര്യം വന്നു, യശസ് വന്നു, പിന്നെ ശ്രീ ഐശ്വര്യം വന്നു, അല്ല ശ്രീ വന്നു, പിന്നെ ജ്ഞാനം വന്നു, വൈരാഗ്യവും. അപ്പം ഭഗവാൻ എന്ന ആ വാക്ക് അങ്ങക്ക് ചേരുന്നതാണ് എന്ന് ഉറപ്പായി എന്നർത്ഥം. അഖില വിദസി ന ക്വാപിതേ സംഘവാർത്ത. ഒന്നും കൂടി വൈരാഗ്യത്തിൻ്റെ കാര്യം പറയാണ്. ക്വാപിതേ സംഘവാർത്ത, ഒന്നിനോടും സംഘമുള്ളതായ വാർത്ത. അങ്ങക്ക് ഏതെങ്കിലും ഒന്നിനോട് താല്പര്യമുള്ളതായ വാർത്ത നക്വാബി എവിടെയും കേട്ടിട്ടുമില്ല. അങ്ങ് ഒന്നിനും ആഗ്രഹമില്ലാത്തവനാണ് എന്ന് പ്രസിദ്ധമാണ്. അതുകൊണ്ട് അങ്ങ് ആരാണ്? തദ് വാദാകാരവാസൻ. അതുകൊണ്ട് മുരഹരനായ, മുരൻ എന്ന അസുരനെ കൊന്നവനായ വാദാകാരവാസിൻ അങ്ങ് ഭഗവത് ശബ്ദ മുഖ്യാശ്രയോർത്തി. അങ്ങ് ഭഗവാൻ എന്ന ശബ്ദത്തെ മുഖ്യമായി ആശ്രയിക്കുന്നവനാണ്. അങ്ങ് ഭഗവാനാണ്. ഭാഷയും മനസ്സിലായോ ശ്ലോകത്തിൻ്റെ? ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം വിമലമഭിയശ നിസ്പൃഹശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി നക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോതി. ആശയം ഇതാണ്. മനസ്സിലായോ? അർത്ഥം മനസ്സിലായില്ലേ? ഇത് എന്താ, എങ്ങനെയായാലും ഇത് ഗുണമുള്ളതെന്ന് പറയും. ഇത് പിന്നീട് ഈ ശ്ലോകം വായിക്കുമ്പോൾ ഇതിൻ്റെ സാമാന്യമായ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വന്നില്ലെങ്കിൽ ഈ പഠനം കൊണ്ട് പ്രയോജനമില്ല. അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ ചോദിക്കുന്നത്. ഈ നാളെ നിങ്ങൾ ഇത് ഇട്ടത് വായിച്ചൊന്നും വരില്ലോ. നാരായണീയവർക്ക് നിത്യപാരായണത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ വായിക്കുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഒരു സാമാന്യമായ ആശയം മനസ്സിലേക്ക് വരണം. അത് വരുത്താനാണ് ഞാൻ ഉദ്യോഗിക്കുന്നത്. അത് ശരിയാവണമെങ്കിൽ എന്ത് വേണം? എല്ലാ പദങ്ങളുടെയും അർത്ഥം ബോധിക്കണം, എല്ലാ കാര്യവും കൃത്യമായിട്ട് ബോധിക്കണം. ആ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഒന്നുകൂടി വായിച്ചു തരാം. ഓരോന്നും അർത്ഥം എവിടെ അവസാനിക്കുന്നു അതിനനുസരിച്ച് വായിക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി നക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോതി. അത് വൈരാഗ്യം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യം, പിന്നെ യശസ്,
യശസ്ശ്രിയ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യം എന്നുണ്ട് ജ്ഞാന വിജ്ഞാനം എന്നുണ്ട്. ജ്ഞാന വിജ്ഞാനയോ ശേവ ഷണ്ണാംഭക ഇതീരിത. ജ്ഞാനം വൈരാഗ്യം എന്ന് എഴുതിയോളൂ. വൈരാഗ്യം എന്നുള്ളത് നല്ലത്. വിജ്ഞാനം വൈരാഗ്യം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ പുസ്തകത്തിലെ ആളുകൾ അതിൻ്റെ പിന്നിൽ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ജ്ഞാന വിജ്ഞാനം എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. ജ്ഞാന വൈരാഗ്യം എന്നുള്ളതാണ് കുറേ കൂടി ഞാൻ കേട്ടുള്ള സ്ഥിതി. ഇത് പണ്ഡിതന്മാർ 4 ആൾ നോക്കിയുള്ളതാണ്. അവർ പറഞ്ഞായിരിക്കും ശരി, ഞാൻ പറയുന്നതല്ല. പക്ഷെ പെട്ടെന്ന് വൈരാഗ്യം എന്നത് ആണ് ഇവിടെ പറയുന്നത്. വൈരാഗ്യം വിജ്ഞാനം വൈരാഗ്യം തന്നെയാണ്. ആധ്യാത്മികമായ അറിവുണ്ടാവലാണ് വിജ്ഞാനം. വൈരാഗ്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ 1-ാമത്തെ ദശകം കഴിഞ്ഞു. 1-ാമത്തെ ദശകത്തിലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്താ ശ്രദ്ധിച്ചത്? നിഷ്കളമൂർത്തിയായ രൂപമില്ലാത്തവനായ പരമാത്മാവിനെ ക്രമത്തിൽ രൂപമുള്ള ആളാക്കി ഭഗവാനാക്കി മാറ്റിയിരിക്കുകയാണ്. സഗുണനാക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്നാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? പരബ്രഹ്മമാണ്, രൂപമില്ല, ദേശകാലാവധീഭ്യ നിർമുക്തമാണ്, നിത്യമുക്തമാണ്, നിഗമശത സഹസ്രേണ നിർഭാഷ്യമാണ് എന്നൊക്കെ പറഞ്ഞു. പരബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. പരബ്രഹ്മത്തിന് രൂപമൊന്നുമില്ല, അത് അനാദിയാണ്. അതിനെ ക്രമത്തിൽ സാധാരണക്കാരായ നമ്മുടെ ഉപയോഗത്തിനായിട്ട് എന്ത് ചെയ്തു? സഗുണനാക്കി മാറ്റി. സത്വഗുണപ്രധാനിയായ ഈശ്വരനാക്കി മാറ്റി. സഗുണനാക്കി. സഗുണനാവുക വെച്ചാൽ രൂപമുള്ളവനാവുക എന്നാണ് ഇതിനർത്ഥം. നിർഗുണനാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രൂപമില്ലാത്തവനാവുക. സഗുണനാവുക വെച്ചാൽ സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ എന്തെങ്കിലും ഒരു ഗുണത്തോട് കൂടിയ രൂപം. അങ്ങനെ രൂപമുള്ളവനാക്കി മാറ്റിയിരിക്കുന്നു ഭഗവാനെ 1-ാമത്തെ ദശകത്തിൽ. ഇവിടെ ഒരു രോഗപ്രാർത്ഥനയുമില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പക്ഷെ എല്ലാവരും ജീവിതം അങ്ങനെയൊക്കെ എൻ്റെ രോഗം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന മേൽപ്പത്തൂര് ഈ ദശകത്തിൽ ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടില്ല. രോഗം സംബന്ധിച്ച ഒരു വിവരം പറഞ്ഞിട്ടില്ല. ആ ദശകത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി അടുത്ത ദശകത്തിൽ 1-2 ശ്ലോകം കൊണ്ട് സഗുണനായ ഭഗവാന്റെ രൂപം വർണ്ണിക്കുകയാണ്. അത് ഭാഗവതത്തിൽ ഈ ധ്രുവന്, തപസ്സിന് പോകുന്ന ധ്രുവന് 5 വയസ്സായ കുട്ടിയാണ്. ആ ധ്രുവൻ തപസ്സിന് പോകുമ്പോൾ നാരദ മഹർഷി തടഞ്ഞു നിർത്തിയിട്ട് തപസ്സിന് പോകുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. നീ ആരെയാണ് തപസ് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു രൂപമുണ്ട്, ഭഗവത് സ്വരൂപമുണ്ട്. ഭാഗവതത്തിൽ 7 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നൊരു ഭഗവത് സ്വരൂപമുണ്ട്. ആ ഭഗവത് സ്വരൂപമാണ് ഇവിടെ മേൽപ്പത്തൂര് 2 ശ്ലോകങ്ങളിൽ പറയാം. അത് എല്ലാ പുരാണങ്ങളിലും ഒരേ രീതിയിലാണ് ഭഗവാന്റെ ആ രൂപം കാണുന്നത്.